യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരേ ഒരു രാജാവ് റിയൽ മാഡ്രിഡ് ആണെന്ന് അവർ ഒരു വട്ടം കൂടി തെളിയിച്ച കാഴ്ചയാണ് ചരിത്രമുറങ്ങുന്ന വെംബ്ലിയിൽ നിന്ന് ലോക ഫുട്ബോൾ ആരാധകർ വീക്ഷിച്ചത്. മാർക്കോറിസിന് വേണ്ടി ജർമ്മൻ വമ്പന്മാരും ലോക ഫുട്ബോളിലെ ഫീഡേഴ്സുമായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് പൊരുതി നോക്കിയപ്പോൾ എല്ലാ തവണയും യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ എതിരാളികളെ നിർദ്ദയം ചവിട്ടി മെതിക്കുന്ന റിയൽ മാഡ്രിഡ് ഇത്തവണത്തെ കിരീട നേട്ടം അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ടോണി ക്രൂസിന് വേണ്ടി ആഘോഷിക്കും എന്ന് റിയലിന്റെ ആരാധകർക്ക് അതിയായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം ഇത്രയും കാലം കൊണ്ട് റയൽ മാഡ്രിഡ് യുസിയിൽ ഉണ്ടാക്കിയെടുത്ത ബെഞ്ച് മാർക്ക് തന്നെയാണ്. കളിയുടെ തുടക്കത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടായിരുന്നു മികച്ചു നിന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് വലിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബൊറൂസിയയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഉണ്ടാക്കുന്ന അവസരങ്ങളെ ഗോളാക്കി കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ റയലിനെതിരെ വളരെ വലിയ വില ബിഗ് മാച്ചസിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള സത്യം അവർ മറന്നുപോയി. ആദ്യമിക്കും മക്രിഗറും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള അവസരങ്ങൾ തൊലച്ചു കളഞ്ഞു. ആദ്യ പകുതിയിൽ റയൽ ചിത്രത്തിലെ ഇല്ലായിരുന്നു എന്ന് ഒരു പരിധി വരെ വേണമെങ്കിൽ പറയാം. രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ റിയലിന്റെ തനിക്കോണം കാർലോയുടെ പിള്ളേർ കാണിച്ചു തുടങ്ങി. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ കാലിൽ പന്ത് നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. രണ്ടാം പകുതിയിൽ വളരെ മനോഹരമായിട്ട് പന്തിന്റെ മൂവ്മെന്റ് ഉറപ്പാക്കിയത് റിയൽ മാഡ്രിഡ് തന്നെയായിരുന്നു. അതിന്റെ പ്രതിഫലം അവരുടെ നായകൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടോണി ക്രൂസിൽ നിന്നുമായിരുന്നു. ക്രൂസിന്റെ ക്രോസിൽ നിന്നും ഒരു ഹെഡറിലൂടെ കാവർഹാൾ ഗോൾ നേടി. ആദ്യ ഗോള് വീണതോടുകൂടി റിയലിന്റെ കളി അങ്ങോട്ട് മാറി. പിന്നെ ഫുൾ കൺട്രോൾ റിയൽ മാഡ്രിഡ് കൊണ്ടുവന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. 74ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോളിന്റെ എഫക്റ്റിൽ നിന്ന് അവർ പിന്നീട് പറ ആക്രമണം തുടങ്ങി. വിനീഷ്യസ് ജൂനിയർ 83ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അസിസ്റ്റിൽ നിന്നും മറ്റൊരു ഗോളും കൂടി നേടി 2-0 എന്ന സ്കോർ ലൈന് ജയം ഉറപ്പിച്ചു. ഈ ഒരു ജയത്തോട് കൂടിയിട്ട് ഡോൺ കാർലോ 5ാമത്തെ യുസിൽ കിരീടം, റിയലിന്റെ 15ാമത്തെ കിരീടം, പിന്നെ ബാലൻഡിയോർ പുരസ്കാരത്തിന് എന്തുകൊണ്ടും താൻ യോഗ്യനാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനം വിനീഷ്യസിൽ നിന്നും ഉണ്ടായെന്ന് പറയാം. കാരണം ഇതുപോലൊരു ബിഗ് മാച്ചിൽ ഒരു പ്ലെയറെ നട്മക് ചെയ്ത് മുന്നോട്ട് പോകാൻ ചില്ലറ ആത്മവിശ്വാസമൊന്നും പോരാ. വിനീഷ്യസിന് അതുണ്ട്, അതവൻ തെളിയിച്ചു. യു വാസ് എ വാരിയർ എന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നതുകൊണ്ട് ആരാധകർക്ക് ഒരു വെറുപ്പുണ്ടായിരിക്കും അവനോട്. എന്നാലും പ്രതിഭയെ നമ്മൾ അംഗീകരിക്കണം.